ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അങ്ങനെ ഞാൻ പിങ്ക് ഒഴിവാക്കി. ഞാൻ പിങ്ക് സാരി എടുത്തിട്ട് ലാസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് പിങ്ക് കളർ ഐ ഷാഡോ അടിച്ചിട്ട് അങ്ങനെ ഞാൻ കരഞ്ഞു. അത് വ്യക്തമായ സ്വപ്നങ്ങളൊക്കെയാണ്, വെറൈറ്റികൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ മന്ത്രകോടിയേക്കാളും കളറായി ഇപ്പൊ ഫസായിരിക്കും. അയ്യോ എന്റെ ബിഗ് ബോയ് എനിക്ക് അത് അന്നിരുന്ന് മൈൻഡ് ചെയ്തതാ. എനിക്ക് KYC കൂടെ സെറ്റ് ചെയ്ത് അതങ്ങോട്ട് കഴിഞ്ഞോണ്ട് ഞങ്ങള് പണ്ടേ ഒളിച്ചോണ്ടായിരുന്നു. ഒളിച്ചോടുന്ന ഏറ്റവും ലാഭകരം. എനിക്ക് വയ്യ. നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഇവനെന്നെ മോഹൻ ഫാൻ ആക്കിയതാ. എന്നെ സ്ഫടികം പോലെ കളിച്ചു തുടങ്ങിയത് ഇവനാ. ഞാൻ ഈ പ്രായത്തിലാണ് സ്ഫടികം കാണുന്നത്. സ്ഫടികം, പിന്നെ രാവണപ്രഭു, 6-ാം നമ്പുരാന്, ഇതെല്ലാം കാണുന്ന ഇപ്പോഴാണ്. ഓ ഡോട്ട് ഓഫ് സ്റ്റോപ്പ്. അത് ഞാൻ പറഞ്ഞത് ചൈൽഡ്ഹുഡ് മൊത്തം പഠിക്കുക. ഞാൻ പോയൊന്ന് ചോദിച്ചു, ശീതളെ നോട്ടൊന്ന് തരാമോ, എനിക്ക് എഴുതിയിട്ട് ഞാൻ നാളെ തരാം. ഇത് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ, പഠിക്കാൻ ആഗ്രഹമുള്ളൊരു കുട്ടി വന്ന് ചോദിക്കുകയാണ്, ഒരു ബുക്കൊന്ന് തരുമോ, നാളെ ഒന്ന് എഴുതി ഞാൻ പഠിക്കട്ടെ, സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് വീട്ടിൽ, ഞാനൊന്ന് പഠിച്ചോട്ടെ. എടുത്ത വായിൽ പറയാം, എൻ്റെ നോട്ട് ഞാൻ തരില്ല. അതെന്താ, എനിക്ക് പഠിക്കണ്ടേ? അത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് പോലെ അന്ന് ശീതളിനെ കാണുമായിരുന്നു. അന്ന് ശീതളിനെ കാണാൻ ഭയങ്കര രസമാണ്. 2 സൈഡിൽ മുടിയൊക്കെ ഇങ്ങനെ ചീകി ഇതൊക്കെ ഇട്ടിട്ട്. എനിക്ക് ആദ്യം ഫുൾ ഓണം വൈബായിരുന്നു. വീട്ടിലെ ആൾക്കാര്, ഫുഡ് ഉണ്ടാക്കല്, ക്ലീനിങ്, അങ്ങനെ പരിപാടിയൊക്കെ. പിന്നെ ഇന്നലെ ആയപ്പം മറ്റേ മൈലാഞ്ചി ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനാണ് മറ്റേ ആ ബ്രൈറ്റ് സാധനം വന്നത്. കാണാൻ കിട്ടാത്തൊരു സാധനം, ഒരാഴ്ചയില്ല. കാരണം ഞാൻ വിളിക്കുമ്പോ അവന് ബിസി, അവൻ വിളിക്കുമ്പോ ഞാനും ബിസിയാ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും എല്ലാം കല്യാണം നടത്തിക്കുമ്പോലല്ലേ അവൻ അതേ പറ്റുള്ളൂ. അവനാണെങ്കിൽ ഉള്ള ചേച്ചിമാരുടെ ചേട്ടന്മാരുടെ എല്ലാം കല്യാണത്തിന് ഇതുകൊണ്ട് പരിപാടി ഹോസ്റ്റ് ചെയ്തേ. അവൻ എവിടെയെങ്കിലും പോയി ഇങ്ങനെ കല്യാണം ചെറുക്കൻ പോലെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഓടി നടക്കേ. ഇന്നലെ ഇവിടെ വന്ന എങ്ങനെ അറിയോ, മറ്റേ കൈലിയും ടീഷർട്ടൊക്കെ ഇട്ട് പണിക്കാരനെ പോലെ വന്ന്, ഇതാരെ പോലെ ഇതാ ചെറുക്കൻ. അങ്ങനെ നേരെ വരുമ്പോൾ നമ്മുടെ വീട് കാണാം. വണ്ടി കയറും. ശ്രീദേവി എന്നാണ് പേര്. കൊച്ചിലെ ശ്രീദേവി എല്ലാവരും വിളിക്കുന്നതായിട്ടിട്ട് ശ്രീദേവി വിളിക്കാൻ തോന്നിയത്. പക്ഷെ വായിൽ വന്ന ഈ ഇല്ല. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഈ അല്ലേ? നിങ്ങൾ ഒരുമിച്ച് ഒരു ലിമിറ്റിൽ എത്ര അടിച്ചു? ഒന്നും അടിച്ചില്ല. ബിയർ വേണോ? എന്നാ വേണ്ട. ഓക്കെ, നല്ല ഏറുന്നടി. വീഡിയോ ഇപ്പൊ കൊണ്ട് കിച്ചൻ ലേറ്റ് ആയി. ശീതൾ ശശി പറഞ്ഞ മോന്തി ഇപ്പൊ വീർത്തിരിപ്പുണ്ടായിരിക്കും. ഇപ്പൊ കിട്ടും. ആൾക്കെല്ലാം പോയി എടി, അവിടെ അതുപോലെ തിരക്കായിരുന്നു, പരിപാടികളായിരുന്നു. ഇടയ്ക്ക് വരുന്നത് അവിടെ ഇതിപ്പോ അവരെല്ലാവരും നോക്കട്ടെ, ഇവർ ആരും ഫോട്ടോ എടുക്കാൻ നിൽക്കട്ടെ. ഫോട്ടോ എടുക്കാൻ ഞാൻ ഇല്ലാണ്ട് പിന്നെ അവരാരും കൂടെ ഫോട്ടോ എടുക്കും.
ഇപ്പൊ വരണ്ടാന്ന്. പോയെ 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 എവിടെ പോ 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 പോ. കഴിഞ്ഞില്ല കഴിഞ്ഞില്ല. നോക്ക് ഇല്ല എന്റെ കഴിഞ്ഞു. ഇല്ല കഴിഞ്ഞില്ല എന്റെ കഴിഞ്ഞില്ല. പോ പോ. ഞാൻ വിളിക്കും വന്നാ മതി. 8 മണി നീ പോയെ. ഞാൻ പോവാ. നീ പോയെ. ഞാൻ പോവാ. ഇല്ല പോകണ്ട. ഇല്ല വീട്ടിൽ പോകട്ടെ. ഇല്ല വീട്ടിൽ പോകട്ടെ. ഇല്ല. അതെന്താ പോ. എങ്ങനെയുണ്ട് അത് പറ. എങ്ങനെയുണ്ട് ഇഷ്ടായോ? അയ്യോരാ സ്കൂള് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ചെറിയൊരു ക്രഷ്. വേറെ ആരും അറിയില്ല, ഒരു ക്ലാസ്സിൽ വേറെ ഒരു പിള്ളേരും ഇല്ല, എൻ്റെ ഫ്രണ്ട്സ് ആരും ഇല്ല. അപ്പോൾ ഒരാളിങ്ങനെ മറ്റേ ഷൂ എൻ്റെ സ്നീക്കേഴ്സൊക്കെ ഇട്ടിട്ട് മറ്റേ ഇങ്ങനെ ഇവൻ നടക്കുന്ന എപ്പോഴും ഇങ്ങനെ കാലിങ്ങനെ കുത്തി ഫ്രണ്ട് ഇങ്ങനെ കുത്തി നടക്കുള്ളൂ. ഇങ്ങനെ കുത്തി ചാടി വരുന്നു. ചാടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ക്ലാസ്സിലെല്ലാവരും ഇങ്ങനെ നോക്കി. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, ചെറുക്കൻ ബാക്കിയെല്ലാവരും സാധാരണ കയറി ഇങ്ങനെ അങ്ങ് കയറി ഇരിക്കുക, ഇവൻ മാത്രം ചാടിത്തുള്ളി ഇങ്ങനെ വന്നിട്ട് ഫ്രണ്ട് ചെയ്തിട്ടാ ഒന്നേങ്ങാടി ഞാൻ ട്രെയിൻ നിർത്താറായപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു വരുന്നു എൻ്റെ കൂടെ. അപ്പം എങ്ങോട്ടാ? എറണാകുളത്തിന്. എറണാകുളത്ത് എങ്ങനെ പോകും? ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി അടുത്ത സ്റ്റേഷനായപ്പോൾ ഇറങ്ങാൻ പോകും. ഒന്നും ചോദിക്കുന്നില്ല, ഒന്നുമില്ല. ബാഗൊക്കെ എടുത്ത് വന്ന് ഇറങ്ങി, ഞാനും ഇറങ്ങി നിൽക്കുക, പുള്ളിക്കാരി ഇറങ്ങി ഇരുന്നിട്ട് വന്ന് ഇനി നമ്മളെങ്ങനെ പോകുന്നേ? ഇങ്ങനെ ഞാനങ്ങോട്ട് വണ്ടി വിട്ട് വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങി അങ്ങോട്ട് 2 സ്റ്റെപ്പ് നടന്നിട്ട് പിന്നെ തിരിച്ച് ഓടി വന്ന് ഗ്ലാസ് കെട്ടി താത്തിട്ട് അതെ ഐ ലവ് യു. ഒരൊറ്റ ഓട്ടം ഇത് പറഞ്ഞു, ഒരൊറ്റ പോക്ക്. ഓ അന്ന് പ്രായം 18 വയസ്സുള്ളൂ, കറക്റ്റ് 18 വയസ്സ്. വയസ്സ് രസാ.